അങ്ങനെ കാത്തിരുന്ന ദിവസം എത്താറായി. ഏപ്രിൽ 28 മുതലാണ് 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ ക്യാമ്പ് തുടങ്ങാൻ പോകുന്നത്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് തൻ്റെ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ പോകുന്ന ഒരു സെമസ്റ്റർ പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പാണ് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കാൻ പോകുന്നത്. സെൽഫ് ഫിനാൻസിങ് കോളേജ് ടീച്ചേഴ്സ് 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ ക്യാമ്പ് ബഹിഷ്കരിക്കാൻ പോവുകയാണെന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു. എനിവേ, തിങ്കളാഴ്ച മുതൽ 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ ക്യാമ്പ് തുടങ്ങും എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും കിട്ടുന്ന അറിവ്. കോളേജിലെ സൂപ്പർ സീനിയേഴ്സിനെ സംബന്ധിച്ച് 6ാം സെമസ്റ്റർ പരീക്ഷകളും റിസൾട്ടും വളരെയധികം നിർണായകമാണ്. ഈ പരീക്ഷകൾ ജയിച്ചാൽ മാത്രമേ ഫർദർ സ്റ്റഡീസിനോ ജോലിക്കോ മറ്റോ പോകാൻ സാധിക്കുകയുള്ളൂ. വാല്യുവേഷൻ ക്യാമ്പ് തുടങ്ങുന്നതിന് മുമ്പ് പല വിദ്യാർത്ഥികളും പലപ്പോഴായി ചോദിച്ചൊരു കാര്യമാണ് വാല്യുവേഷൻ ലിബറൽ ആകുമോ എന്ന്. സാധാരണഗതിയിൽ മുൻ ട്രാക്ക് റെക്കോർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ ലിബറൽ ആയിട്ടാണ് കണക്കാക്കാറുള്ളത്. ഓഫ് കോഴ്സ് നിങ്ങളുടെ പ്രൊജക്റ്റ് വർക്ക് എല്ലാവരും ജയിക്കാറുണ്ട്. ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ഓക്കെയാണ്. ബാക്കിയുള്ള വിഷയങ്ങളിലാണെങ്കിലും പണ്ടത്തെ പോലെയല്ല. അത്യാവശ്യം പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ, കീവേഡ്സ് ഓക്കെ ആണെങ്കിൽ, വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടെങ്കിൽ, കോൺസെപ്റ്റ് വായിക്കുന്ന ടീച്ചേഴ്സിന്, അതായത് നോക്കുന്ന എക്സാമിനർ മനസ്സിലാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കുകൾ ലഭിക്കാറുണ്ട്. ഇപ്പോൾ ജയിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങൾ ജയിപ്പിക്കുക എന്നൊരു തത്വം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓരോ വാല്യുവേഷൻ ക്യാമ്പ് തുടങ്ങുന്നതിന് മുമ്പ് വാല്യുവേഷൻ ചീഫ് ചില നിർദ്ദേശങ്ങൾ ടീച്ചേഴ്സിന് കൊടുക്കാറുണ്ട്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് പലപ്പോഴും ടീച്ചേഴ്സ് വാല്യുവേഷൻ തുടങ്ങാറുള്ളത്. സോ ഡോണ്ട് വെറി, നമുക്ക് നോക്കാം. നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.